നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 5 വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി. കവ്വായി കായലിന്റെ ഭാഗമായുള്ള 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏറൻപുഴയാണ് ഈ യുവതികൾ നീന്തിക്കടന്നത്. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കായൽ നീന്തിക്കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. ലോക മുങ്ങിമരണ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂലൈ 25-നാണ് നമ്മൾ ആ ഒരു ദിനം ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു പരിപാടി എന്ന നിലയിലേക്ക് നമ്മൾ 5 വനിതകൾ നമ്മുടെ കവ്വായിപ്പുഴ നീന്തി കയറിയിരിക്കുകയാണ്. വനിതകളെ ഈ ഒരു നിലയിലേക്ക് നീന്തൽ പരിശീലനം കൊടുത്തുകൊണ്ട് നമുക്കറിയാം, ഒരുപാട് അപകടങ്ങൾ വരുമ്പോൾ നമുക്ക് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന നിലയിലേക്ക് നമ്മളെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ സ്വയം ഒരു രക്ഷ, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് ഏത് നിലയിൽ ഇടപെടണം, ആ ഒരു നിലയിലേക്ക് സഹായിക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ നീന്തൽ പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാൾസായിട്ട് ഏറ്റവും നല്ല ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിവർഷം 3500 മുതൽ 4000 വരെ ജീവനുകളാണ് ജല അപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരിരക്ഷയ്ക്കും നീന്തൽ പഠിച്ചാൽ വലിയൊരളവ് വരെ ഇത്തരം ജല അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമല പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ബോട്ട് കൊണ്ടുള്ള അപകടങ്ങളുള്ള മരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് അക്കാദമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനുശേഷം നമ്മൾ 8.5 തികയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോമീറ്ററോളം അധികം ചെയ്തൊരു 1.5 കിലോമീറ്ററോളം ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. ഈ ബോട്ട് ജെട്ടി മുതൽ അങ്ങേ അറ്റം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നാവൽ അക്കാദമിയുടെ ഭാഗമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയൊരു സ്ഥലമാണ്. എന്നാൽ അതിന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ പ്രദേശമാണ്. നമ്മൾ ഈ ആഴം കൂടിയ സ്ഥലത്ത് കൂടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവരിൽ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ പേടിച്ചു, നടക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ഞാൻ പറയുന്നത് നീന്തി കയറി കഴിയുമ്പോൾ ഇത് പറയണം എല്ലാവരും. അപ്പോൾ ഇപ്പം ചുരുക്കം പറയാം, നീന്തി കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല, ഇനിയും ഒരു പ്രാവശ്യം കൂടി അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരണമെന്നുള്ളൊരു നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കായൽ നീന്തി കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. പെരളശ്ശേരിയിലെ ഷൈജീന, പാപ്പിൻശ്ശേരിയിലെ കരിക്കൽകുളത്തെ രാഖി, ചക്കരക്കല്ലിലെ ദിൽഷ സിജിൽ, കടമ്പൂരിലെ അപർണ പ്രവീൺ, മുഴപ്പിലങ്ങാടിലെ വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത്. ഇവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു. 2021 ഏപ്രിൽ ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിലൂടെയാണ് ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണം തുടങ്ങിയത്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.